ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലാക്ക് ലെസ്റ്റർ ട്രെൻഡാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇന്ന് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ മിക്സഡ് ആയിരുന്നു. ജപ്പാൻ ബെറ്റർ ആയിരുന്നു, അതുപോലെ തന്നെ ചൈന ബെറ്റർ ആയിരുന്നു, കൊറിയയൊക്കെ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ലാക്ക് ലെസ്റ്റർ ട്രെൻഡാണ് ഇന്നത്തെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. അതേസമയം ഇന്നലെ US ഫെഡിൻ്റെ ഡിസിഷൻ വന്നിരുന്നു. US ഫെഡ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് 4.25 4.5% റേഞ്ചിൽ. അവർ പറയുന്നത് ഈ വർഷവും 2 ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷവും വളരെ കുറവ് കട്ടുകൾ ഉണ്ടാവുള്ളൂ. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് സ്റ്റാഗ്ഫ്ലേഷൻ ഫിയേഴ്സ് ആണ്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ ഹൈ, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഹൈ, ഒപ്പം GDP ഗ്രോത്ത് ഒരു മ്യൂട്ടഡ് GDP ഗ്രോത്ത്. ഇതാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് കോയിൻ ചെയ്യുന്നത്. ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ ലെയ്ൻ മക്ലിയോഡ് 1960കളിലാണ് UK ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ളൊരു വേർഡ് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അമേരിക്കയിലും സംഭവിക്കാൻ പോകുന്നുള്ളൊരു സ്റ്റാറ്റസാണ്, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻ്റാണ് US ഫെഡ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും US ഫെഡിൻ്റെ ഡിസിഷന് ശേഷം ഉണ്ടായിട്ടില്ല. ഗോൾഡും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളതും ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നതും. അമേരിക്കൻ മാർക്കറ്റുകളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സഡ് ആയിരുന്നു. ഒപ്പം നമ്മളെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ ലാക്ക് ലെസ്റ്റർ ട്രെൻഡ് തന്നെയായിരുന്നു. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് നമ്മളും ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ സിൽവർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. കോപ്പർ, അലുമിനിയം, സിങ്കും ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നും ആ ലെവലിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 890.93 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വാങ്ങിയിരുന്നു. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1091.34 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും ഇന്നലെ വാങ്ങിയിരുന്നു. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് മാർക്കറ്റിൽ ആക്ടിവിറ്റീസ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളിൽ വീണ്ടും ബൈയും കണ്ടേക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ റിലയൻസ് ഇൻഫ്ര ഇന്നലെ വീണ്ടും പുതിയൊരു JV ഫോം ചെയ്തിരിക്കുകയാണ്, ടൈപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഡാസോൾ ഏവിയേഷനായിട്ടാണ്. ഇവിടെ ഫാൽക്കൺ 2000 ജെറ്റുകൾ 2028 ആയാലും മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രകാരം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള പ്രൊജക്റ്റാണ്. ഇന്നലെ അപ്പർ ഫ്രീസ് ആണ് റിലയൻസ് ഇൻഫ്ര. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് റിലയൻസ് ഇൻഫ്രയെ സംബന്ധിച്ച്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഡിസിമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ന്യൂസ് ഫ്ലോസ് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫർദർ ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് ഡേയ്സ് ആണ് ഹെഡ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. ഇന്ന് നമ്മൾ ഡീമർജർ സ്റ്റോക്കായിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്ന സജസ്റ്റ് ചെയ്യുന്ന സീമെൻസിൻ്റെ ഡീമർജർ എൻറ്റിറ്റി സീമെൻസ് എനർജി ലിസ്റ്റ് ചെയ്യാണ്. എക്സ്പെക്റ്റേഷൻ ഒരു 3200 ലെവലിലുള്ള ലിസ്റ്റിംഗ് ആണ്. ഫർദർ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു പ്യുവർ പ്ലേ പവർ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ മറ്റ് വിൻ പവർ എനർജി രംഗത്തുള്ളൊരു സ്റ്റോക്കാണ്. ട്രാൻസ്ഫോമർ മാനുഫാക്ചറിങ് ഒക്കെ ഉള്ളൊരു ഡിവിഷനാണ് സീമെൻസിൻ്റെ. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലിസ്റ്റിംഗ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3000-നും 3200-നും ഇടയിലാണ്. അതിന് താഴെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതോടൊപ്പം തന്നെ വാരി ഇൻഡോ എന്ന് പറയുന്നൊരു സ്റ്റോക്കും കൂടി ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പഴയ ഇൻഡോ സോളാർ ആണ് ഈ സ്റ്റോക്ക്. അത് വാരി എനർജീസ് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം ലിസ്റ്റിംഗ് ആണ്. 100 ഷെയറിന് 1 ഷെയറാണ് ഇവർ ടേക്ക് ഓവർ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതായത് ക്യാപിറ്റൽ 100-ൽ 1 കുറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ലിസ്റ്റിങ്ങും നല്ലൊരു ലിസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ടേൺ അറൗണ്ട് പെർഫോമൻസ് ആണ് വാരിയുടെ ടേക്ക് ഓവറിന് ശേഷം. ഇതിൻ്റെ കോഡ് വാരി ഇൻഡോ എന്നാണ്. അതോടൊപ്പം തന്നെ സെബിയുടെ ബോർഡ് മീറ്റിംഗ് ഇന്നലെ ഉണ്ടായിരുന്നു. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് സെബി ബോർഡ് മീറ്റിംഗിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് പൊതുവേ മാർക്കറ്റിന് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഗർവാര ടെക്നിക്കൽ ഫൈബേഴ്സ്
നോർവേയിലൊരു സബ്സിഡിയറി ഫോം ചെയ്തിട്ടുണ്ട്. മോറിപ്പൻ ലാബ് UAE-യിലൊരു സബ്സിഡിയറി ഫോം ചെയ്തിട്ടുണ്ട്. ആക്സിക്കേറ്റ് സ്ട്രാറ്റജി ടൈപ്പ് വന്നിട്ടുണ്ട്. ഡിഫൻസ് റിലേറ്റഡ് ടൈപ്പാണ്. ആക്സിക്കേറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടാറ്റ എലക്സി പുതിയൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ന്യൂസാണ്. അശോക ബിൽഡിക്കോൺ ഒരു ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുമ്പോൾ. അതോടൊപ്പം തന്നെ ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 735.18 കോടി രൂപയ്ക്കുള്ള NPAs അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് നൽകാനുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഈസാഫിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കാരണം ഇതൊക്കെ ഓൾറെഡി 90% പ്രൊവിഷൻ നടത്തിയിരുന്ന എമൗണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈസാഫിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇനോക്സ് ഗ്രീൻ എനർജി, ക്രസ്റ്റ് വെഞ്ചേഴ്സ്, ജെടെക് ഇന്ത്യ ലിമിറ്റഡ്, ഇൻസൊലേഷൻ എനർജി, ഈ കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ് ഈ സ്റ്റോക്കുകൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഒപ്പം ഇന്നൊരു പുതിയ NSE SME ലിസ്റ്റിംഗ് ഉണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. മോണോ ലിച്ചിസ് ആണ് ഈ സ്റ്റോക്ക്. അറൗണ്ട് 40% പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ, US ഇടപെടുന്നുള്ള ന്യൂസുകളുണ്ട്. പക്ഷേ ഇത് വീണ്ടും കോംപ്ലിക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ പറയുന്നത് റഷ്യ മീഡിയേഷന് തയ്യാറാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ US-ൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് പരിങ്ങലിലായിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് US ആക്രമിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. പക്ഷേ മാർക്കറ്റിലൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും. അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. നമ്മളെ സംബന്ധിച്ച് വേറെ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒന്നുമില്ല. ഡൊമസ്റ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം പോസിറ്റീവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ജൂൺ എൻഡ് Q1 എൻഡാണ് ഈ ധനകാര്യ വർഷത്തെ. നോർമലി ഇത്തരത്തിലുള്ള അവസ്ഥയിലൊക്കെ മാർക്കറ്റ് ബെറ്റർ ആവാറാണ് പതിവ്. ജൂലൈയിലൊക്കെ ജൂൺ എൻഡോട് കൂടിയിട്ട് വീണ്ടും നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഇനി വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വഷളാവുകയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ടാവും. അതിൻ്റെ ചെറിയ ഇമ്പാക്റ്റൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലും എക്സ്പെക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗോൾഡ് ഒരു സ്റ്റാറ്റസ്കോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാറാനുള്ള സാധ്യതകളാണ്. അതേസമയം അമേരിക്കയിലെ US ഫെഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റേറ്റ് കട്ടൊക്കെ അടുത്ത മീറ്റിങ്ങിലൊക്കെ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഗോൾഡിനെ സംബന്ധിച്ച് ആ ഒരു ന്യൂസും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. ഒപ്പം സെൻട്രൽ ബാങ്കുകളുടെ ഡാറ്റയും വരും ഈ Q1 കഴിയുമ്പോൾ. അതിൻ്റെ ഇമ്പാക്റ്റും ഗോൾഡ് പ്രൈസിൽ കാണാം. ഓവറോൾ ലോങ് റണ്ണിൽ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. ടെമ്പററി ആയിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. ആ വൊളാറ്റിലിറ്റിയിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഗോൾഡ് വാങ്ങാനുള്ളൊരു അവസരമായിട്ട് യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.